താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം TV പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ കുടുംബജീവിതങ്ങളെ കുറേ കൂടെ സന്തോഷപ്രദമാക്കാൻ, കുറേ കൂടെ സ്നേഹത്തിൽ വളർത്തിയെടുക്കാൻ അതിനുതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഇവിടെ ഒരുക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കേറെ സ്നേഹത്തോടെ സമ്മാനിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നാം സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമയാണ്. സിസ്റ്റർ നീമ ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമാണ്. കൗൺസിലിംഗ് രംഗത്ത് ഏറെ വർഷങ്ങളായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസ്റ്റർ നീമയെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഏറ്റവും നമുക്ക് പരിചിതനായ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെയാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ് KM ഫ്രാൻസിസ് സാർ. സാറിനെ ഏറെ സ്നേഹത്തോടെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് ഡോക്ടർ ടോണിയെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ടോണി തൃശ്ശൂർ അതിരൂപത ലോ ഓഫ് സമൂഹത്തിൻ്റെ പ്രസിഡന്റ് കപ്പിളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനുമാണ്. നമ്മുടെ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമായി നമ്മോട് കൂടെയുള്ള ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശാലതരമായ കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ വിശാലമാക്കാൻ പാപ്പ ഈ രേഖയിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളിന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ വിശാലമായ കുടുംബ ബന്ധത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ വൃദ്ധ മാതാപിതാക്കൾ. വൃദ്ധജനങ്ങളോടും നമ്മുടെ ചുറ്റുപാടുമുള്ളവരോടും ഉള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ കൂടെ ഈ ചർച്ചയിലേക്ക് എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ 191 പാരഗ്രാഫ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ, എൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന സങ്കീർത്തനം 71 അധ്യായത്തിൻ്റെ 9 വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് വൃദ്ധരുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ പാപ്പ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വൃദ്ധജനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വൃദ്ധ മാതാപിതാക്കൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുന്നതിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് വീഴ്ച വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു വൃദ്ധ മാതാപിതാക്കളുടെ ഒരു നമ്മുടെ കുടുംബങ്ങളുടെ ആ ബന്ധം വളർത്തലിൽ അവരുടെ ഒരു റോൾ എന്താണ് എന്നൊന്ന് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഒരു വീടിനകത്ത് അപ്പാപ്പൻ അമ്മാമ എന്ന് വെച്ചാൽ ഈ അപ്പാപ്പൻ അമ്മാമ എന്ന വാക്ക് പല കേരളത്തിൽ തന്നെ പല സ്ഥലത്തും വ്യത്യസ്ത രീതികളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൻ്റെ അപ്പൻ, അമ്മയുടെ അപ്പൻ, ഭാര്യയുടെ അതുപോലെ തന്നെ ഭാര്യയുടെ അപ്പൻ്റെ അപ്പൻ, ഭാര്യയുടെ അമ്മയുടെ അമ്മ, ഇങ്ങനെയുള്ള അപ്പൻ്റെ അപ്പൻ, ഗ്രാൻഡ് പാരൻസ്. ചിലവരെ സ്ഥലങ്ങൾ പേരപ്പനും വ്യത്യസ്ത പേരുകൾ, വല്യപ്പൻ എന്ന് വിളിക്കും. അപ്പം ഇവരോടുള്ള സമൂഹത്തിൻ്റെ നിലപാടിൽ എനിക്കുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് ഇവരുടെ പങ്കെന്താണ് ഒരു കുടുംബത്തിൽ എന്ന് കണ്ടെത്താൻ മൊത്തം സമൂഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. കാരണം ഈ കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അമ്മയും എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഞാനെന്ന കുട്ടിക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടെന്ന്.
അപ്പം വൃദ്ധർക്ക് മാത്രം ചെയ്യാവുന്ന ചില കാര്യമുണ്ട്. അത് അപ്പനും ചെയ്യാൻ പറ്റില്ല, അമ്മയ്ക്കും ചെയ്യാൻ പറ്റില്ല, വേറെ പള്ളിയിലെ അച്ഛനോ സിസ്റ്റർക്കോ ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അപ്പൻ്റെ അപ്പനും അമ്മയുടെ അപ്പനൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒറ്റ കാര്യം നമുക്ക് പലർക്കും പങ്കുവയ്ക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾ എപ്പോഴും വളരെ യുക്തിപരമായിട്ടാണ് പെരുമാറുക. ഇപ്പോൾ അമ്മയ്ക്ക് റേഷണലായിട്ട്, കാരണം അമ്മയ്ക്ക് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം അടുത്ത, ഒന്നില്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ അലക്കണം, തുടയ്ക്കണം, അമ്മാമ്മേനെ ശുശ്രൂഷിക്കണം, വേറെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അമ്മയ്ക്ക് ഈ കുട്ടീനെ ചോറ് കൊടുത്ത് സ്കൂളിലാക്കിയിട്ട് വേണം ഈ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ. അപ്പോൾ ഒരു കുട്ടി കാലത്ത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് കുട്ടികൾ ഓടി കളിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പം അമ്മമാർ കുട്ടികളെ ഇവിടെ പോയി എവിടെ പോയിടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മമാർ കുട്ടികളെ ദേഷ്യപ്പെട്ട് ഇതൊക്കെ ചെയ്യണത്. കാരണം അമ്മയ്ക്ക് വേറെ പണിയുണ്ട്. നമ്മളത് സ്ഥിരം അനുഭവിക്കണം. നമുക്ക് ആ സമയത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ടീച്ചർ കുഞ്ഞിനെ ചിലപ്പോൾ അടിക്കും ചെയ്യും അമ്മ. അപ്പൊ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ് എന്ന ഒരു വികാരമാണ് വരിക. അപ്പൊ ഈ കുട്ടീനെ വൈകാരികമായിട്ട് ആര് സമീപിക്കും? അമ്മാമ്മ സമീപിക്കും. അവിടെയാണ് അമ്മാമ്മയ്ക്കും അപ്പാപ്പനും ഒരു നിർണായക റോള് കുടുംബത്തിലുള്ളത്. ഞാൻ എൻ്റെ കോളേജ് ജീവിതകാലത്ത് അവസാനത്തെ 5 കൊല്ലം ഒരു 2000 വിദ്യാർത്ഥികളോടെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരിൽ വൈകാരികത പക്വത ഉള്ള കുട്ടിയാണെന്ന് കണ്ടാൽ ഉടൻ ചോദിക്കും, നിൻ്റെ വീട്ടിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ അച്ഛനോ അച്ഛമ്മയോ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഉടൻ പറയും മുത്തശ്ശി വീട്ടിലുണ്ടെന്ന്. അപ്പം മുത്തശ്ശി, അതായത് വൈകാരിക പക്വതയുള്ള കുട്ടികളുടെ വീട്ടിൽ മുത്തശ്ശി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഇവർ പ്രവർത്തിക്കുകയാണ്. ഇപ്പം എനിക്ക് കഥ പറഞ്ഞു തന്നിട്ടുള്ളത് മുഴുവൻ അമ്മാമ്മയാണ്. എൻ്റെ അപ്പൻ എന്നെ അടിച്ചാൽ എന്നെ തലോടുന്നത് അപ്പൻ്റെ അമ്മയാണ്. എൻ്റെ അപ്പൻ്റെ അമ്മ എൻ്റെ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലും മോശമായേനെ. വൈകാരിക പക്വത എനിക്ക് ഉണ്ടാകുമേ ഇല്ല. നമുക്ക് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, പുറപ്പാട് പുസ്തകത്തിൽ പെസഹ ആചരിക്കേണ്ടതിനെ കുറിച്ച് ഇസ്രായേലിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മോശയിലൂടെ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പെസഹ ഭക്ഷിക്കാൻ ഒന്നിച്ചു കൂടുമ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞു വന്ന് ഏറ്റവും മുതിർന്ന വ്യക്തിയോട്, ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയോട് ചോദിക്കണം, എന്തിനാണ് നമ്മളിങ്ങനെ പെസഹ ഭക്ഷിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ആ ദൈവം എങ്ങനെ ചരിത്രത്തിലൂടെ തങ്ങളെ വഴി നടത്തിയെന്ന് ഈ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആ വിശ്വാസ കൈമാറ്റത്തിൽ വലിയൊരു പങ്കുണ്ട് നമ്മുടെ ഈ വൃദ്ധ മാതാപിതാക്കൾ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ എൻ്റെ അമ്മാമ്മയുടെ അപ്പാപ്പൻ്റെയും കൂടെ വളർന്ന ആളാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടെ കെടുത്തി നമ്മൾ രാത്രി ഉറങ്ങാറാകുമ്പോൾ അമ്മാമ്മയുടെ കൂടെ കിടക്കും. അപ്പം ഈ കഥകൾ പറഞ്ഞു തരും. കഥകൾ മാത്രമല്ല, നമ്മളെ ബന്ധങ്ങൾ പറഞ്ഞു തരും. കൂടെ ഇവർ പോകുമ്പോൾ ഇവരുടെ വീട് അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെയും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബന്ധങ്ങളും കൂടി വളർത്തിയെടുക്കാം. നമ്മുടെ ഈ ചുരുങ്ങിയ ബന്ധത്തിൽ നിന്ന് നമ്മുടെ ബന്ധങ്ങളെ വിശാലമാക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇന്നത്തെ ആധുനിക കുടുംബങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് പലർക്കും ഒരു നഷ്ടബോധം ഉണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുള്ള അപ്പൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം എൻ്റെ അമ്മയുടെ മാതാപിതാക്കൾ തൊട്ടടുത്തൊരു വീട്ടിൽ താമസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ അമ്മയുടെ അപ്പൻ്റെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഇടയിൽ ഈ അപ്പം എടുത്തുയർത്തി ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പ്രത്യേക രീതിയിൽ എഴുന്നള്ളി വന്ന എൻ്റെ കർത്താവെ നിനക്ക് സ്തുതി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഒരു സ്വകാര്യ പ്രാർത്ഥന. അത് കുറച്ച് ഉറക്കിയാ ചൊല്ലുക. അപ്പം കൃത്യമായിട്ട് അടുത്ത് നിൽക്കുന്ന ഞാനത് കേൾക്കും. അപ്പം ഈ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. പിന്നീട് ഈ പ്രാർത്ഥന ഞാൻ ആവർത്തിക്കാൻ തുടങ്ങി. ഇന്നും ഞാൻ ദിവ്യകാരുണ്യം ഉയർത്തുന്ന സമയത്ത് എഴുന്നള്ളി വന്ന കർത്താവെ സ്തുതി എന്ന് പറഞ്ഞ് അറിയാതെ അത് ഉള്ളിലേക്ക് വരും. രണ്ടാമത് ഈ എൻ്റെ അമ്മയുടെ അപ്പൻ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ കുർബാന പുസ്തകം എടുത്തു വെച്ച് ഡ്രൈ മാസ് ചൊല്ലും. ഇത് മുഴുവൻ വായിക്കും. അവിടെ ഈ കോൺസെൻട്രേഷൻ വചനങ്ങൾക്ക് പകരം ഈ പ്രാർത്ഥനയാണ് ചൊല്ലുക. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഉറക്കം ചൊല്ലും.
അപ്പോൾ അവിടെ ഇരുന്നും ഇത് കേട്ട് പഠിച്ച് അത് ചൊല്ലുന്ന ഒരു രീതി എനിക്ക് ആർജിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പറയാനുള്ളൊരു കാര്യമാണ്, ഈ വൃദ്ധരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവരുടെ ശാരീരിക ബലഹീനതകളെ പലപ്പോഴും ശ്രദ്ധിക്കാൻ മറന്നുപോകും. ഉദാഹരണം പറഞ്ഞാൽ, പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് കേൾക്കുന്നില്ല എന്ന് പറയുന്ന വൃദ്ധയായ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നിൽ ചെവിയുടെ ഉള്ളിൽ വാക്സ് വന്ന് അടഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ കേൾവി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഞാൻ ഇത്ര ഉറക്കെ ചൊല്ലിയിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡിമെൻഷ്യ. അവർക്ക് ഓർമ്മ നശിച്ചു പോകും. ഇത് പലപ്പോഴും പലരും ഒരു കാര്യം ഓർക്കില്ല. അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓർമ്മയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ച കാര്യം ഉടനെ മറക്കും. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തരുന്നില്ല എന്ന് വീട്ടിൽ വരുന്ന എല്ലാവരോടും പരാതി പറയും. ഇത് പണ്ടത്തെ വീരസാഹസ കഥകള് ഒരു തെറ്റില്ലാതെ പറയുകയും ചെയ്യും. പണ്ട് ഈ മരുമോള് വീട്ടിൽ കയറി വന്ന കാലത്ത് അവൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ വിളിച്ചു പറയും. പക്ഷെ തൊട്ട് മുമ്പ് കൊടുത്ത ഭക്ഷണത്തിന്റെ കാര്യം മറന്നു. ഇത് ഡിമെൻഷ്യ മൂലമാണെന്നുള്ളത് പലപ്പോഴും ഈ മരുമകള് തിരിച്ചറിയാതെ പോയാൽ അത് വലിയ ഇഷ്യൂന് കാരണമാവും. എനിക്ക് തോന്നുന്നു ചിലപ്പോഴെങ്കിലും ആധുനിക കുടുംബങ്ങളിൽ മക്കൾക്ക് മാതാപിതാക്കൾ നോക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അവരുടെ ഇത്തരം ചില ബലഹീനതകൾ അമ്മയ്ക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അമ്മ ഓർമ്മയില്ലാണ്ട് മൂത്രമൊഴിക്കുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതില്ല. പ്രധാന കാരണമാണ് ചിലരെങ്കിലും വലിച്ചെറിയപ്പെടുന്നത്. അതിന് പ്രധാന കാരണമാകുന്നത് അവരിലുണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. സോഡിയം പൊട്ടാഷ്യം ഒക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഓർമ്മ നഷ്ടപ്പെടും, അറിയാതെ മൂത്രമൊഴിച്ചു പോവും. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴേ 2 കാര്യം കണ്ടു. ഒന്ന്, ആ മാമ വിളിച്ച് പറയുന്നേ, ഇത്തിരി കഞ്ഞിവെള്ളം തന്നേടി മോളെ, എനിക്കൊരു കഞ്ഞിവെള്ളം തരുന്നില്ലേ. അപ്പോൾ ആ മരുമകൾ പറയാ, സാറേ തെറ്റിദ്ധരിക്കാതിരിക്കുമോ, ഇപ്പം തന്നെയാണ് അമ്മ വയറ് നിറച്ച് ചോറുണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാമെന്ത് ഓർമ്മ നശിച്ചുകൊണ്ടാണെന്ന്. ഇതേപോലെ തന്നെ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ബെഡിൽ മൂത്രം ഒഴിച്ചിട്ട് ഒരു അപ്പാപ്പൻ, ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ അവിടുത്തെ മരുമകളെ പച്ചത്തറി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു, ഇത് സോഡിയം ശരീരത്തിൽ ബ്ലഡിൽ കുറഞ്ഞാൽ നെർവൊക്കെ വീക്കാവും, അവർ ചിലപ്പോൾ ചീത്ത പറയും. നമ്മൾ ഈ ചിന്നൻ്റെ അസുഖം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസാണ്. അത് മനസ്സിലാക്കി അവരോട് സഹിഷ്ണുത കാണിക്കാൻ, അത് മനസ്സിലാക്കിയാലാണ് സഹിഷ്ണുത കാണിക്കാൻ പറ്റുക. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ചിലർക്ക് തോന്നും, പ്രായമായി കഴിഞ്ഞാൽ തോന്നും ബാക്കി എല്ലാവരും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള മക്കൾക്ക് എപ്പോഴും ഈ ഒരു ആരോപണം കേൾക്കേണ്ടി വരും, ഇവരെന്നെ കൊല്ലാൻ നിൽക്കുക, നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരു കാര്യം. തലമുറകളുടെ തുടർച്ചയെ വിലമതിക്കാൻ വൃദ്ധർ നമ്മെ സഹായിക്കുന്നു. വിടവുകൾ ഇല്ലാതാക്കാൻ അവർക്കുള്ള സിദ്ധി വഴി. നമുക്ക് ഈ സമയത്ത് വൃദ്ധജനങ്ങൾക്ക് അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ കുടുംബ ബന്ധങ്ങളിൽ മാതാപിതാക്കൾ എത്രത്തോളം മനോഹരമായി ഇടപെടുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് അങ്ങനെ ഒരു കുടുംബത്തെ കാണാം. എല്ലാവരെയും ക്ലിപ്പിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 9 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. എങ്കിലും അമ്മ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ സ്വല്പം ഒറ്റപ്പെട്ട പോലെ ആയി മാറി. ഞങ്ങളുടെ കൂടെ ആണെങ്കിലും ഞങ്ങളെല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ അമ്മയോടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. അത് പിന്നീട് കുറച്ച് അമ്മയ്ക്ക് വലിയ അസ്വസ്ഥതകൾക്ക് ഇടയാവാൻ തുടങ്ങി. അമ്മ ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ അത് ഭയങ്കര അസ്വസ്ഥതയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഞങ്ങൾ ആ സമയത്ത് പല എന്താ പറയുക രൂപതയിൽ തന്നെയുള്ള പല വൈദികരെ സന്ദർശിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയെ അല്ലെങ്കിൽ അപ്പച്ചനെ ഒന്നും മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ ആ വിഷമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലുള്ള കുടുംബ സമാധാനം തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായ സമയത്ത് ഞങ്ങൾ അതുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു CMI അച്ഛനായിട്ട് പരിചയപ്പെടാനിടയായി. ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ എന്ന് പറയുന്ന അച്ഛൻ. ആ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അമ്മയെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നടക്കാൻ സാധ്യത നിങ്ങൾ മാറുക, അമ്മ മാറും എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് എന്താ പറയുക, അബ്രാഹം സാറേയും കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞവർ ഞങ്ങൾക്കും ചിരി വന്നു. ഞങ്ങൾ മാറിയാൽ അമ്മ മാറുമെന്ന് പറയുന്നത്. അച്ഛൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ അനുദിന ദിവ്യബലി ഒരിക്കലും മുടക്കരുത്, അത് നിർബന്ധമായിട്ടും ദിവ്യബലിക്ക് പോയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. ഇനി അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്. മൂന്നാമതൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ധാരാളം വചനം വായിക്കുക, വചനത്തോടൊരു കൂടുതൽ ആർത്തി കാണിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയെങ്കിലും ഒരു വചന പ്രഘോഷണ ഒരു വൺ ഡേ ധ്യാനത്തിലെങ്കിലും അറ്റൻഡ് ചെയ്യുക. അച്ഛൻ പറഞ്ഞ ഒരു 6 മാസം നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങുക, ഈ രീതിയിൽ മുന്നോട്ട് പോവുക, നിങ്ങൾ വലിയ മാറ്റം സംഭവിക്കും എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. അത് സംഭവം സത്യമായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾ അമ്മയുമായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വളരെ പെട്ടെന്ന് കുറയാൻ തുടങ്ങി, എണ്ണം കുറയാൻ തുടങ്ങി, വലിയ മാറ്റം വരാൻ തുടങ്ങി. ഞങ്ങൾ ആധ്യാത്മിക മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഷാലോം TV ഒക്കെ കൂടുതൽ കാണാൻ തുടങ്ങി. അതിൽ ഞായറാഴ്ച രാത്രി 9:30 ബോബി ജോസ് കപ്പൂച്ചൻ അച്ഛൻ്റെ ഗുരുചരണം എന്ന പരിപാടി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. അതിൽ അച്ഛൻ ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അച്ഛൻ പറഞ്ഞതാണ്, അമ്മയെ ഭക്ഷിച്ചുകൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ ഏത് ജീവജാലങ്ങളും പിറന്നു വീഴുന്നത് എന്നുള്ളതായിരുന്നു. അത് ഉദരത്തിലായിരിക്കുമ്പോഴും പുറത്തു വന്നിട്ടായാലും അതെന്നെ വളരെയധികം സ്പർശിച്ചു. ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, ഒരു 50 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ആളുടെ അമ്മ എന്ന് പറയുമ്പോൾ ആ 50 വർഷം മുന്നേ ആ ആളെ കൊണ്ട് നടന്നിരുന്ന ഒരു കൊച്ചു കുഞ്ഞായിട്ട് ആ ആളെ നോക്കാൻ എടുത്തുകൊണ്ടിരുന്നിരുന്ന ബുദ്ധിമുട്ടുകൾ, ആളെ എപ്പോഴും ഒക്കത്ത് വെച്ച് കൊണ്ടുപോകുക, അന്ന് യാത്രാ സൗകര്യം വളരെ കുറവ്, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കുറവ്, അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, ഇതൊക്കെ കുറവുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ നോക്കാൻ ഇന്നൊരു കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഒരു വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടാണ് അവർ നോക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അങ്ങനെ നോക്കാൻ അവരെടുത്തുള്ള സ്ട്രെയിൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യത്തിൽ അവരെ ഏറ്റവും അധികമായി നല്ലതുപോലെ സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ട് അവരെ സമാധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളത്. അതെന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും ഞാനൊന്നും അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മുറിക്കകത്ത് കിടന്ന് ഈ 4 ചുമര് മാത്രം കാണുന്ന ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷം വളരെ ശക്തിയാണെന്നുള്ളതൊന്നും ഞാൻ അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മനസ്സിലാക്കുന്നു, പൂർണ്ണമായിട്ടും അവരനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലും അതിതീവ്രമായ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്ന്, ഞങ്ങളോട് ഈ രഞ്ജിതച്ചൻ പറയാറുള്ളൊരു കാര്യം, ഈ ആൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾ വളരെയധികം പാപം ചെയ്യുന്നൊരവസ്ഥയിലാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക വയസ്സായവർ ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത. പക്ഷേ ഈ ഒറ്റപ്പെടലിൻ്റെ ഇതിൽ അവർ ഒത്തിരിയേറെ പിറുപിറുപ്പും വിദ്വേഷമൊക്കെ എല്ലാവരോടും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ വളരെയധികം തങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും അവർക്കൊരു കുമ്പസാരം, ഒരു കുർബാന സ്വീകരണം, അല്ലെങ്കിൽ ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസ്ഥ, ഇതൊക്കെ കിട്ടണമെന്നുള്ളത് അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാ മാസവും ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. ഇത് എല്ലാം തന്നെ വളരെയധികം ഒരു ശാന്തതയിലേക്ക് ഞങ്ങളും അമ്മയും മാറാനായിട്ട് വലിയ മാറ്റം ഞങ്ങളിൽ സംഭവിക്കാനായിട്ട് ഇതെല്ലാം ഇടയായിട്ടുണ്ട്. ഈ വയസ്സായവരുടെ ഒറ്റപ്പെടലിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ ഈ ഇടവകയിൽ ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോൾ 10-30 പേരോളം ഉണ്ട്. ഇവരെല്ലാവരും കൂടി മാസത്തിലൊരിക്കലും ഒന്ന് ഒത്തുകൂടി ഒന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഒരു കുമ്പസാരം, കുർബാന, കുറച്ച് നേരം ഒന്ന് എൻ്റർടൈൻ ചെയ്ത് പോകാനുള്ളൊരു സംവിധാനം വരെ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ നടന്നില്ല. അന്ന് എനിക്ക് അത് പറ്റാത്ത ഒരു ഘട്ടം വന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഷാലോം TV അമ്മയെ കാണാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അതിൽ കുർബാന എല്ലാ ദിവസവും നിർബന്ധമായിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പ്രായമായൊരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, എനിക്ക് പള്ളിയിൽ പോയി കുർബാന കാണാൻ പറ്റില്ല, ഞാൻ ഈ കുർബാന അമ്മയുടെ കൂടെ ഇരുന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ചോദിച്ചു, ഞാൻ നാളെ വരട്ടെ എന്ന് വെച്ചു. വന്നോളാൻ പറഞ്ഞു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചി തന്നെ വേറൊരു ചേച്ചി കൂടി എന്നിട്ട് പറഞ്ഞു, അവിടെ കുർബാന കാണാനുള്ള സൗകര്യമുണ്ട്, നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് കാണാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ചേച്ചിനെയും കൊണ്ട് നീയും കൂടി പോരെയെന്ന് പറഞ്ഞു. അങ്ങനെ ആ 2 ചേച്ചിമാരും കൂടി വന്ന് കുർബാന കാണാൻ തുടങ്ങി. എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ വരും, അവർ കുർബാന കാണും, തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങളവരെ വാച്ച് ചെയ്തിരുന്നു. ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ 1-2 ആഴ്ചകളൊക്കെ വാച്ച് ചെയ്തപ്പോൾ അവരവരുടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അമ്മയുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതൊരു അസ്വസ്ഥതയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജപമാല ചെല്ലാം, ഒരു കരുണക്കൊന്ത ചെല്ലാം, എന്നിട്ട് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു 12 മണി വരെ, രാവിലെ 9:30 വന്നു കഴിഞ്ഞാൽ 12 മണി വരെ ഇരുന്ന് കുർബാന കണ്ട് ജപമാല ചൊല്ലി കുറച്ച് നേരം സംസാരിച്ച് അവരങ്ങനെ പിരിഞ്ഞു പോകും.
ഞാനിങ്ങനെ നാളുകൾക്ക് ശേഷം ചിന്തിച്ചപ്പോൾ കർത്താവ് ഒരു ദിവസം ഇങ്ങനെ എന്താ പറയുക ഒരു കുർബാനയ്ക്ക് മധ്യേ എനിക്കൊരു ചിന്തയായിട്ട് കടന്നു വന്നൊരു കാര്യം ഇതാണ്. ഞാൻ മാസത്തിൽ ഒരു ദിവസം ചിന്തിച്ചൊരു കാര്യം എൻ്റെ വീട്ടിൽ ഇത് എല്ലാ ദിവസവും നടന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത് പ്രായോഗികമാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ എങ്കിലും ആ ഒറ്റപ്പെടലിൻ്റെ തീവ്രതയിൽ നിന്നും ഒരു 3-4 മണിക്കൂറെങ്കിലും അവർക്കൊന്ന് റിലീസ് ചെയ്യാനൊരു സംവിധാനം അതായിട്ട് അത് ദൈവം ഒരുക്കി തന്നതിനെ കാണുന്നു. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് ചെയ്തതൊന്നുമല്ല, എല്ലാം ദൈവം ഒരുക്കി തന്നത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ ഇങ്ങനെ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, നിങ്ങൾ അമ്മയ്ക്ക് എല്ലാ ദിവസവും ശാലവും ജീവി കുറേശ്ശെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിലൂടെ കിട്ടുന്ന വചനം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ അത് വ്യാപിച്ച് നടക്കും. അതുപോലെ ആളിലും അത് ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജപമാല എല്ലാ ദിവസവും ചെല്ലാൻ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ അവസരത്തിൽ 1-2 ജപമാലയൊക്കെ ചെല്ലിയിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. അതുപോലെ അതൊരു മ്യൂസിക് സിസ്റ്റത്തിൽ ചെറിയ പെൻഡ്രൈവിലാക്കി ഈ ജപമാല റെക്കോർഡ് ചെയ്ത് ആൾക്ക് കേൾപ്പിച്ചു കൊടുത്തു തുടങ്ങി. അങ്ങനെയാകുമ്പോൾ ആൾക്ക് പൊതുവെ ആ ഇതിനോട് ചേർന്ന് ചെല്ലുമ്പോൾ ആൾക്ക് കൂടുതൽ ഉഷാറായിട്ട് ജപമാല ചെല്ലാൻ അത് ഇടയാക്കി. അതുപോലെ തന്നെ ആൾ കൂടുതൽ ജപമാലയിലും അതുപോലെ ശാലോം ടി വിയിൽ പരിപാടികളിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ആരാധനയിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയപ്പോൾ ആൾ തന്നെ ഭയങ്കര മാറ്റം വന്നു. ആൾ എന്താ പറയുക, നമ്മളെയൊക്കെ അത്രയും സ്വന്തം മക്കളായിട്ട് തന്നെ സ്നേഹിച്ചു തുടങ്ങി. കൂടുതൽ ജപമാല ചൊല്ലി അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതൊക്കെ കുറഞ്ഞു തുടങ്ങി. അതുപോലെ അമ്മ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് ഞങ്ങൾക്കും മനസ്സിലാക്കാൻ എളുപ്പമായി. പിന്നെ കുറച്ച് നേരം അമ്മ അങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ച് തന്നെ ആൾ പെട്ടെന്ന് ദേഷ്യത്തിൽ നിന്ന് മാറി സാധാരണ ഒരു നോർമൽ ജീവിതത്തിലേക്ക് വരുന്ന അവസ്ഥയിലുണ്ടായി. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ധാരാളം പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ അങ്ങനെ അമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കഴിഞ്ഞ ഏപ്രിലിൽ ഓവറിൽ ചെറിയൊരു സിസ്റ്റ് ഉണ്ടായി. അപ്പം അമ്മ അത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ. അപ്പം ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവ്യബലിയിൽ അനുദിന ദിവ്യബലിയിൽ അത് ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നുള്ള ബോധ്യത്തിൽ സ്വീകരിച്ചു തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല എന്നുള്ളത് സ്കാനിങ്ങിൽ മനസ്സിലായി. ദൈവം വളരെയധികം ആ ഇതിലൂടെ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് ഈ അമ്മയുടെ പ്രാർത്ഥനയും അതുപോലെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഫലമാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അപ്പാപ്പൻ അമ്മാമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ഊഷ്മളമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത്. തീർച്ചയായും വിശ്വാസ കൈമാറ്റത്തിൽ അവർക്കുള്ള റോള് പോലെ തന്നെ നമ്മളെ ചില പെരുമാറ്റ ചട്ടങ്ങൾ പഠിപ്പിക്കുന്നത് ഇവരാണ്. ഉമ്മറത്തിരിക്കണം, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യണം, അപ്പനമ്മയും വരുമ്പോൾ പെൺകുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അപ്പനമ്മയും വരുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം, എഴുന്നേറ്റ് നിൽക്കണം, കാലുമ കാല് കയറ്റി വയ്ക്കാൻ പാടില്ല തുടങ്ങി ഒരുപാട് ചട്ടങ്ങൾ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു തുടക്കത്തിൽ നമുക്കൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ലെങ്കിലും അവരുടെ നിരന്തരമായ സ്നേഹപൂർവമായ നിർബന്ധം നമ്മളെ ഒരുപാട് ചിട്ടയുള്ള ജീവിതത്തിലേക്ക് അത് നയിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ അമ്മമ്മ ചെയ്യാറുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുള്ളൂ. അമ്മ വീട്ടിലെ അപ്പാപ്പനും അമ്മമ്മയും ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം വീട്ടിലത്തെ എല്ലാവരും അപ്പോഴേക്കൊക്കെ മരിച്ചു പോയായിരുന്നു. അമ്മമ്മ ചെയ്യുന്നത് ഏതെങ്കിലും അയൽപ്പക്കത്തുള്ള ആളുകൾ വയ്യാതെ കിടക്കുകയോ ആരെങ്കിലും മരിക്കുകയോ നൊമ്പരപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവും. ആരെങ്കിലും വിളിക്കും. അപ്പം മിക്കവാറും ഞാനായിരിക്കും ആദ്യം ഫസ്റ്റ് കൈ പൊക്കി പോകുന്നത്. പോയി അവരെ വീട്ടിൽ ചെന്നു, കുറച്ച് നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വരുന്ന കഴിയുമ്പോൾ മേരിയെടുത്തി വന്നപ്പോഴാണ് ഒരു സമാധാനമായത് എന്ന് പറയുമ്പോൾ അമ്മാമ്മയുടെ മുഖത്ത് ഞാൻ നോക്കി ഭയങ്കര ഗമയിൽ എൻ്റെ അമ്മമ്മ എന്തൊക്കെ വലിയ ഗ്രേറ്റ് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സന്തോഷം ഞാൻ അനുഭവിക്കാറുള്ളത് ഞാനിപ്പോഴും ഓർത്തു പോവാണ്. അപ്പോൾ ആ അയൽപ്പക്കക്കാരോടുള്ള സ്നേഹത്തിലേക്കും കൂടി കാരുണ്യ പ്രവൃത്തികളൊക്കെ അവരുടെ മനസ്സിൽ കുറെ കൂടെ രൂഢമൂലമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക എന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് സമയം കൊടുക്കുക, നമ്മൾ സാന്നിധ്യം കൊടുക്കുക, സാമീപ്യം കൊടുക്കുക. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞതിലുള്ള അർത്ഥം ഈ വീട്ടിലുള്ള വൃദ്ധരായവർക്കാണ് ലിഷർ ടൈം ഉള്ളത്, ഒഴിവ് സമയം. ഇവരാണ് കൊച്ചുകുട്ടികളെ അപ്പുറത്ത് കപ്പൽ ഛേദം വന്ന പോലെ നശിച്ച അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള വേറെ വീട്ടിലെ പ്രശ്നങ്ങളിലേക്കുള്ള ലിങ്ക്
സാറേ ഞാൻ ഈ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു, ഈ അയൽവക്ക ബന്ധങ്ങളും വളർത്താൻ ഇവർ വലിയ സഹായം ഓർക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ പ്ലമേന, അത് അമ്മാമ്മയുടെ പേര്. അമ്മാമ്മ ഓടി വരും, എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇത് മുഴുവൻ എൻ്റെ അമ്മാമ്മയുടെ അടുത്ത് വന്ന് പങ്കുവെക്കും. നമ്മളത് അപ്പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്, ഈ സങ്കടങ്ങൾ വന്ന് പറയണതും പങ്കുവെക്കണതും അവരെ കൊണ്ട് പറ്റുന്ന ആശ്വാസം കൊടുക്കണതൊക്കെ. അതുകൊണ്ടാണ് പാപ്പ ഈ പുസ്തകത്തിൽ വൃദ്ധരുടെ റോളിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നത്, നമുക്ക് മുൻപേ നമ്മുടെ തന്നെ പാതയിൽ നമ്മുടെ ഭവനത്തിലെ മാന്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള നമ്മുടെ അനുദിന യുദ്ധത്തിൽ മുമ്പേ വന്ന സ്ത്രീകളും പുരുഷന്മാരും അമ്മമാരും അപ്പന്മാരുമാണ് വൃദ്ധജനങ്ങൾ. യഥാർത്ഥത്തിൽ വലിച്ചെറിയൽ സംസ്കാരത്തെ ചെറുപ്പക്കാരും വൃദ്ധരും തമ്മിലുള്ള പുതിയ ആശ്ലേഷത്തിൻ്റെ കവിഞ്ഞൊഴുകുന്ന സന്തോഷം കൊണ്ട് വെല്ലുവിളിക്കുന്ന സഭയെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. എന്ന് വെച്ചാൽ അപ്പന്മാർ തന്നെ അപ്പനും അമ്മയും മുൻകൈ എടുത്തിട്ട് മക്കളും വൃദ്ധന്മാരും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് നല്ലതാണെന്ന് പാരന്റ്സ് മനസ്സിലാക്കണം. പാരന്റ്സിന്റെ റിസ്ക് കുറേ ചെയ്യണത് ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ റോൾ കൊണ്ട്. പാപ്പ പറയേണ്ടത് വലിയ കുടുംബത്തിൽ, വിപുലമായ കുടുംബത്തിൽ അമ്മായിയപ്പന്മാരും അമ്മായിയമ്മമാരും ദമ്പതികൾ എല്ലാ ബന്ധുക്കളും ഉൾക്കൊള്ളുന്നു എന്നത് വിസ്മരിക്കാനാവില്ല. ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നതാണ്. ഒരു അമ്മ വളരെ നാൾ, ഒരു 20 വർഷത്തോളം വയ്യാതെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലെ മരുമകൾ വളരെ ഭംഗിയായിട്ട് ഈ അമ്മായിമ്മേനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ നാത്തുമാരെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉഗ്രപ്രതാപികളാണ്. എത്ര ചെയ്താലും ചെയ്തില്ല, നോക്കിയില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ അമ്മുമ്മ മരിച്ചപ്പോൾ ഈ മരുമകളുടെ അപ്പനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു കർണൂര് പോയിട്ട് അവളുടെ അപ്പനും അമ്മയോടും ചെന്നിട്ട് പറയാണ്, ഇത്ര നല്ല ഒരു മകളെ വളർത്തിയ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. 2 പേർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവരാകെ വണ്ടറടിച്ചു നിന്നു. അപ്പോൾ ഞാനത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കത് വളരെ മതിപ്പ് എൻ്റെ ഉള്ളിലുണ്ടായി. ശരിയാണല്ലോ, ഈ സ്ത്രീ ഇത്ര നന്നായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും ഗുണമാണ്. അത് മുഴുവനും സ്ക്വീസ് ചെയ്തെടുത്തു. അല്ല, അതിനെ നമ്മുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാം. ഇപ്പോൾ എൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നല്ലത് എൻ്റെ ഭാര്യ ചെയ്താൽ അത് ഞാൻ കാരണമാണ്, ചീത്ത അവള് ചെയ്താൽ അവളുടെ അപ്പനമ്മയും ചെയ്തതാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അമ്മേനെ ശുശ്രൂഷിച്ചിട്ടുള്ളത് അവളുടെ അപ്പൻ്റെ അമ്മേനും ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയണത്, ക്രെഡിറ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും. അപ്പൊ ഈ അമ്മായിപ്പന്മാരും നമ്മൾ ഇതുപോലെ തന്നെ ഈ വിശാലമായ കുടുംബത്തില് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തന്നെ, എൻ്റെ അപ്പനും അമ്മേനെയും എൻ്റെ ഭാര്യ നന്നായി നോക്കണമെങ്കിൽ ഞാൻ അവളുടെ അപ്പനും അമ്മേനെയും നന്നായി മാനിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ എന്തോ വളരെ ഒരു പ്രയാസം നമ്മൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. അവർ ഉൾക്കൊള്ളാനും അവരുടെ ആചാരങ്ങളും രീതികളും സ്വായത്തമാക്കാനൊക്കെ പരിശ്രമിച്ചാൽ നന്നായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ചകൾ ഏകദേശം ക്രോഡീകരിക്കേണ്ട സമയമായിരിക്കുന്നു. ആർദ്രമായ സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബജീവിതത്തെ എത്രമാത്രം മഹത്തരമാക്കുമെന്നാണ് പാപ്പ ഈ രേഖയിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ വിശാലമാകട്ടെ. നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ ന്യൂക്ലിയർ കുടുംബങ്ങളെന്ന ആ കൂട് വിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കുറേ കൂടെ വിശാലമാക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ധാരാളമായി വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ഈ വലിയ ഹൃദയം അനേകർക്കായി വിശാലമായൊരു ഹൃദയം തുറന്നിടാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് ഇനിയും ഒരുമിച്ച് കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.